നമ്മുടെ ഓഫീസിൽ ഓണപരിപാടിയൊക്കെ നടക്കുകയാണ്. അപ്പൊ അതിന്റെ ഇതായിട്ട് പൂ ഇറക്കുന്ന പരിപാടിയാണ് ഇവിടെ ആദ്യം തന്നെ നടക്കുന്നത്. എന്നെ പരിചയപ്പെടുത്താനാ. ഇതാണ് ഞാൻ അനുവല്ല. എന്റെ മോൻ ഉണ്ടായിരുന്നു മറ്റേ വീഡിയോയിലൊക്കെ. നീ ഉണ്ടല്ലോ. നീയല്ല മറ്റേ കൈ ഇങ്ങനെ മറ്റേ ഇതായിട്ട് നിന്ന് അതിന് ഞാൻ ഇവന്റെ വെച്ചിട്ട് മറ്റേ ഇവന്റെ മുസാഫിന്റെ കട്ടി കളഞ്ഞടാ. അവ ആലോചിച്ച് എന്നിട്ട് ആ ഒരു സ്നേഹം ഇവനില്ലല്ലോ എന്റെ അടുത്ത്. പുതിയ ടെക്നിക്കാണ് ഇവിടെ നടക്കുന്നത്. എല്ലാരും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നാളെ പൊളിച്ചെടുക്കും. തലവൊക്കെയാണ് തല ഷൈ ആണ് ഷൈ. പിന്നെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഇതാണ് ഉനൈസ്. നന്നായിട്ട് ഫുഡൊക്കെ വയ്ക്കും. നമ്മള് ട്രിപ്പൊക്കെ പോകുമ്പോ അവനാണ് ഫുഡ് വെച്ച് തരുന്നത്. ഇതാണ് ഷാൻ. മുല്ലപ്പെര ഡാം. ഇതാണ് നമ്മളെ ജോഷുവ. പിന്നെ മുസാഫറിനെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഇവിടെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ നടക്കുകയാണ്. ഇനി മൊത്തം ഇവിടെ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ട് വേണം ബാക്കി പരിപാടിയൊക്കെ നടക്കാൻ വേണ്ടി. അപ്പൊ ആ സമയം കൊണ്ട് ഞാൻ പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വർക്കിംഗ് ആയിരുന്നു. അപ്പൊ പിന്നെ ഇന്ന് വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറ്റി സെറ്റായിട്ട് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. തിരിച്ചെത്തിയപ്പോഴേക്കും പരിപാടി ഇവിടെ പൊളിച്ചെടുക്കുകയാണ്. ഒരു പുറത്തുനിന്ന് എക്സ്പേർട്ടിന് ഇറക്കിയെന്തോ വേറെ ലെവലായിട്ടൊക്കെ സാധനം ചെയ്തിരിക്കുകയാണ്. ആരുടെ പ്ലാൻ? ആരുടെ ഈ ഡിസൈനൊക്കെ ആരാ പ്ലാൻ? എവിടെ പ്രാക്ടീസിന് പോയിരുന്നല്ലേ? നമ്മളെ അത്ത ഇപ്പം അവസാന ഘട്ടങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഹബിന്റെ മാനേജർ. വലിയ കാര്യമൊന്നുമില്ല. പുള്ളിയാണ് ഈ വർഷം എല്ലാം കോർഡിനേറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് പക്കയാക്കിയത്. പക്ഷെ ഇങ്ങനെ ഒരു ഓണം സെലിബ്രേഷൻ കാണുമെന്ന് തന്നെ സംശയമായിരുന്നു. പക്ഷെ പുള്ളി എല്ലാം പയ്യന്മാരെയൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഈ അർത്ഥത്തില് ഭൂരിഭാഗം പണിയും ചെയ്തത് ഇവനാണ്. ആദ്യം തൊട്ട് അവസാനം വരെ ഇന്ന് എല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒരുത്തിന് മുണ്ടെടുത്ത് കൊടുക്കുന്ന പരിപാടിയാണ് നടക്കുന്നത്. എന്തൊക്കെയാണ് നടക്കുന്നത്? എന്താ പറ, എനിക്കറിയില്ല. Open eye, feel the waves cut through me, hypnotized by the sounds I'm breathing in. Hold tight, chemicals collide. Hold tight, dripping light. ഉനൈസ് മുണ്ടൊക്കെ കൊടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. അടുത്ത രണ്ടുപേര് മുണ്ടൊക്കെ കൊടുത്ത് സെറ്റായിട്ട് എത്തിയിട്ടുണ്ട്. മുസാഫിറും അജ്മലും ആണ് എത്തിയിരിക്കുന്നത്. കമോൺ. ഇനി ആൾക്കാർ വരാറുണ്ടോ? അതാണ് നമ്മൾ ഇത്ര വെയിറ്റ് ചെയ്യുന്നത്. ഇവിടെ മുസാഫിന്റെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഉനൈസിന് ഫോട്ടോ എടുക്കണമെന്നാണ്. ഉനൈസ് ഇടുന്ന ഫോട്ടോ ഫോണേത് S24. ഇവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. സംഭവം കളി തുടങ്ങിയുള്ളൂ, അത് വേറെ ആരും.
അങ്ങനെ പിടിച്ചു മാറ്റിയാണ്. അപ്പൊ എല്ലാരും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചെറിയൊരു ഇതൊക്കെ ആയിട്ട് സ്പീച്ചൊക്കെ ആയിട്ട് നമ്മളെ മാനേജറിന്റെ ചെറിയ സ്പീച്ചൊക്കെ ഉണ്ട്. We're dreaming in the dark. We're not. നമ്മുടെ പ്രസവട്ടെ ഓണത്തിനെ പറ്റി 2 വാക്ക് പറയാൻ പോകണം. ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പ്ലാൻ നമ്മളെ മാനേജർ തന്നെ പറയും. നോക്കാം എന്താണ് അടുത്ത പ്ലാൻ, എന്ത് പറയുന്നത് നോക്കിയിട്ട് അടുത്ത പരിപാടിയിലോട്ട് പോവാം. ഇത് നമ്മളെ മുസാഫിറിനെ അറിയാലോ എല്ലാവർക്കും. മുസാഫിറാണ് അത്തത്തിൽ കട്ടയ്ക്ക് ഇഞ്ചോടിഞ്ച് പോരാട്ടം വരുന്നത്. മുസാഫിറും നമ്മുടെ ഷാരും രണ്ടുപേരും കൂടെയാണ് പക്കയായിട്ട് അത്തത്തിന്റെ പരിപാടി എല്ലാം ചെയ്തത്. അപ്പൊ ഇവരാണ് ഇന്നത്തെ ഫസ്റ്റ് ഇരകൾ. ഇതൊരു നല്ല പ്ലാനാണല്ലേ. കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇനി ഫുഡ് കഴിക്കാം. അങ്ങ് വിളമ്പി. ഇനി അടുത്ത റൗണ്ട് രണ്ടാമത്തെ പന്തിയാണ്. അപ്പൊ നമുക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാം. ഇത് വിളമ്പിയിട്ട് ഫാനുള്ളൂ. മുസാഫിറെ ഇരിക്കുന്നില്ലേ? ഇരുന്ന് കഴിച്ചല്ലേ. പരിപാടി നോക്കാം. കഴിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നീ അടുത്ത ലാസ്റ്റത്തെ പന്തിയാണ് ഇവിടെ. നമ്മുടെ ഉനൈസിന്റെ വാപ്പയാണ് ഈ ഫുഡ് നമുക്ക് ഉണ്ടാക്കി തന്നത്. നമ്മളെ പൈസ കൊടുത്തിട്ടാണ്. പിന്നെ പുള്ളി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾക്ക് ബിരിയാണി ഉണ്ടാക്കി തന്നായിരുന്നു. അതിന്റെ എല്ലാം നല്ല ടേസ്റ്റാണ്. ഫുഡൊക്കെ പൊളി ടേസ്റ്റാണ്. അറിഞ്ഞാ ഊണ് ഇഷ്ടപ്പെട്ടു? സാമ്പാർ ഏറ്റവും ഇഷ്ടപ്പെട്ടു. ഇത്രയും സംഭവത്തിന്റെ ഇടയ്ക്ക് ഇവരുടെ കളി മാത്രം ഒരു ഇതും ഇല്ലല്ലേ. എന്തായാലും നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ